ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ഉറക്കം എണീച്ചിട്ടുണ്ടേ. അത് മറ്റൊന്നും കൊണ്ടല്ല, ചേട്ടന് ഇന്ന് 6 മണിയാകുമ്പോഴേ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. 2 ദിവസം ഉച്ച വരെ ഉള്ളൂ ജോലി. വെട്ടുകാട് പള്ളിയിലോ എവിടെയോ എന്തോ ഉത്സവം നടക്കുന്നുണ്ട്. വണ്ടികളൊന്നും വിടത്തില്ല, അപ്പം ലോഡെടുപ്പൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണിക്ക് എണീച്ചപ്പോൾ കണ്ണ് തുറക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഞാനിതിനിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണേ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ മുമ്പത്തെ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, അടുക്കളയിൽ നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിമൻ്റായിരുന്നു. ആ സിമൻറ്റ് നമ്മൾ പണ്ടത്തെ വീടല്ലേ, അപ്പോൾ സിമൻ്റായിരുന്നു. അത് മുകളിൽ സിമൻറ്റ് ഏകദേശം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും എന്ന് തുടച്ചിട്ടാലും ചെളിയാണ് കേട്ടോ. അടുക്കള മൊത്തം നമ്മൾ പാത്രം കഴുകുന്ന വീഴുന്ന വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് തുടച്ചാലും അതങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അപ്പോൾ അടുക്കളയിൽ മാത്രം ടൈലിടാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. നേരത്തെ അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്ലാനിങ് വച്ചിട്ട് വന്നതുമായിരുന്നു. അവർ ടൈലിടാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ അമ്മൂമ്മയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ആ സമയത്ത് കൂടുതലായിട്ട് കിടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ചെയ്യണ്ട, 2-3 ദിവസത്തെ പണിയുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ അത് ഇപ്പോഴാണ് അതിനൊന്ന് സാധിച്ചത് കേട്ടോ. അപ്പോൾ അടുക്കള മാത്രം ഞങ്ങൾ ടൈലിട്ടിട്ടുണ്ട്. നേരത്തെ ഗ്യാസ് വെച്ചിരുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നു, അതിപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടാക്കി അവിടെയൊക്കെ മൊത്തം ടൈലൊട്ടിച്ച് എന്തായാലും പുതിയൊരു അടുക്കള പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പുതിയൊരു അടുക്കള ആക്കി എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒരിടത്തും ഇട്ടിട്ടില്ല. അടുക്കളയിൽ മാത്രമാണ് ടൈലൊക്കെ ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ പരിപാടികൾ ഞാൻ പറഞ്ഞ കണ്ണ് തുറക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. രാത്രി ഒന്നാമത്തെ കാര്യം ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം ചേട്ടൻ വരുന്നത് ടൈം അങ്ങനെ 12 മണി, 1 മണി, ചിലപ്പോൾ 11:30. എന്തായാലും ആഴ്ചയിൽ അപൂർവമായിട്ടാണ് ഒരു ദിവസം 10 മണിക്കൊക്കെ വരുന്നത്. ഈ 10 മണിക്ക് വന്നാൽ തന്നെയും ആൾ കിടക്കണം. നമ്മൾ ആ ഒരു ശീലമായി പോയതുകൊണ്ട് 12 മണിക്കൊക്കെ ഉറങ്ങി ശീലമായതുകൊണ്ട് 12 മണി ആയാലേ ചേട്ടനായാലും എനിക്കായാലും ഉറക്കം വരും. പിന്നെ ഇതിനിടയ്ക്ക് മോന് നമുക്ക് മൂത്രമൊഴിപ്പിക്കാനും ഒക്കെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അലാറം വെച്ച് എണീക്കണം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം എനിക്കിപ്പോൾ കിട്ടുന്നേ ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ രാവിലത്തെ 6-5 മണിക്ക് എണീക്കുന്ന പരിപാടിയും കൂടെ ആകുമ്പോഴത്തേക്കും കണ്ണൊന്നും തുറക്കാൻ വയ്യാത്ത അവസ്ഥ. വലിച്ചു തുറന്നൊക്കെ വെച്ചാണ് നിന്നത്. അപ്പം ഇഡ്ഡലിക്ക് ഉള്ള ഇഡ്ഡലി സാമ്പാറുമാണ് രാവിലെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ തന്നെ ഇഡ്ഡലിയുടെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും നുള്ള പരിപ്പുമൊക്കെ വേവിച്ച്, പിന്നെ ചായ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ചായ ഇട്ടിട്ടൊരു കളിയില്ല. രാവിലത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ചായയിൽ നിന്നല്ലെങ്കിൽ എൻ്റെ കാര്യം ഗോവിന്ദയാണ്. അപ്പോൾ അതെന്തോ ഒരു ശീലമായിപ്പോയി. അതിന് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കട്ടൻ ചായയിലോട്ടും പറ്റത്തില്ല, ചായ തന്നെ വേണം കേട്ടോ, എനിക്കത് നിർബന്ധമാണ്. അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുവാണേ. അപ്പോൾ ഇന്ന് ക്യാരറ്റ് തോരനായിരുന്നു കേട്ടോ. കുറേ നാളായി എന്നും ഇവിടെ അധികം ക്യാരറ്റ് തോരൻ ആർക്കും ഇഷ്ടമല്ല. മോൾക്കാണെങ്കിൽ മോളുടെ ഫേവറേറ്റാണ് ക്യാരറ്റ് തോരൻ എന്ന് പറയുന്നത്. പക്ഷേ ചേട്ടനായാലും കുറച്ചൊക്കെ കഴിക്കും. ഞാനും അത്യാവശ്യത്തിന് കുറച്ച്, വലിയ ഫേവറേറ്റൊന്നും അല്ല, കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്നല്ല. പക്ഷേ അച്ഛനോ അമ്മയ്ക്കോ, അച്ഛൻ പിന്നെ തൊട പോലും ഇല്ല. അച്ഛന് കറി ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഒരു കറി അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല. ഉള്ളത് മാത്രമല്ല, നല്ല എരിവും വേണം ബാക്കിയുള്ള കറിക്കൊക്കെ. അപ്പോൾ എന്നും സാധാരണ പയർ, ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മിക്ക ദിവസങ്ങളും കഴിച്ച്. അവിയൽ, നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതൊക്കെ ആയിരിക്കുമല്ലോ, അവിയൽ, ഇതൊക്കെ തന്നെയാണ് എന്നും വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നും ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ക്യാരറ്റ് വാങ്ങിച്ചതാണ്. മോനുമൊക്കെ കൊടുക്കാമല്ലോ. ക്യാരറ്റ് സത്യം പറഞ്ഞാൽ വളരെ നല്ലതല്ലേ, എന്നും കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറയാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ക്യാരറ്റ് തോരൻ തന്നെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് തോരനുള്ളതെല്ലാം അടുപ്പത്താക്കി. ഇത് എൻ്റെ വേർഷൻ ഓഫ് സാമ്പാറാണ് നിങ്ങളീ കാണുന്നത്. പലരും പല രീതിയിലാവും വയ്ക്കുക. ചിലർ ശർക്കരയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ വയ്ക്കുന്നത് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. എനിക്ക് ചെറുപയറിൻ്റെ പരിപ്പാണ് കൂടുതൽ ഇഷ്ടമേ സാമ്പാർ. അതാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒന്നുമില്ല. ഡോക്ടർ തന്നെ ഒരിക്കൽ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിന് എന്തോ നമുക്ക് പറഞ്ഞു തന്നതാണ്. ചെറുപയറിൻ്റെ ഇത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. പക്ഷേ വില നോക്കുമ്പോൾ നമുക്ക് ഇതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കുന്നു, അതിലോട്ട് വെണ്ടയ്ക്ക, തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ, അതായത്
ഞാൻ കൊച്ചുള്ളി ഇടാറില്ല. കൊച്ചുള്ളി ഇടാറില്ല എന്ന് വെച്ചാൽ സാമ്പാറിന് എപ്പോഴും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളി തന്നെയാണ്. പക്ഷേ നമ്മളെ പോലെ മടിയുള്ള കൂട്ടത്തിലുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ലല്ലോ ഈ കൊച്ചുള്ളി പൊളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇടാറുള്ളത്. സവാള, ബാക്കി നമ്മൾ ഉള്ള പച്ചക്കറികളൊക്കെ പരിപ്പ് വേവിച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിടും. പച്ചക്കറികളെല്ലാം അതിനകത്ത് ഇട്ടിട്ട്, അതായത് വെണ്ടയ്ക്കായും നമ്മുടെ തക്കാളിയും അതിൽ നിന്ന് മാറ്റും. ഇതിലോട്ട് നമ്മളെന്താ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതെല്ലാം കൂടെ വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണയിൽ വഴറ്റിയാണ് ബാക്കിയൊക്കെ ചേർക്കാറുള്ളത്. അത് വഴിയേ കാണാം. അപ്പം ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ അറിയോ, നമ്മൾ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയോ കുറേ നേരം നമ്മൾ പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ, ചില സമയത്ത് എനിക്കുള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. പ്രകൃതിയിലോട്ട് നോക്കി, ആകാശത്ത് നോക്കി, അങ്ങനെ നേരം വെളുത്ത് വരുന്നതൊക്കെ നോക്കി ആസ്വദിച്ച് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മളിതാ ഞാൻ പറഞ്ഞില്ലേ, എണ്ണ ഒഴിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയും എണ്ണയിൽ വഴറ്റി കടുക് വറുത്ത് ഉലുവയൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ബാക്കി ചേരുവകൾ, സാമ്പാർ പൊടി മിക്ക ദിവസം ഉണ്ടാവാറില്ല, അല്ലാതെ തന്നെയാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ സാമ്പാർ പൊടി ഇട്ടാൽ ഇതെല്ലാം കൂടി ഇടാറുണ്ടേ. മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിന് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ച് തക്കാളിയും വെണ്ടയ്ക്കായും അതിൽ കിടന്നതിനൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കും. ഈ സമയം കൊണ്ട് നമ്മൾ പരിപ്പിലിട്ട് എനിക്ക് കായം സാമ്പാർ വയ്ക്കുമ്പോൾ കായത്തിൻ്റെ ഒരു ചുവ എനിക്ക് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് ആ ഒരു നല്ല മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. എനിക്ക് പൊതുവേ ഞാൻ പറയാമല്ലോ, എനിക്ക് ഇഡ്ഡലി സാമ്പാറും എൻ്റെ കോമ്പിനേഷനല്ല, എനിക്ക് വലിയ ഫേവറേറ്റ് അല്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് വെന്തതിന് ശേഷം അതും കൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കും. നന്നായിട്ട് കുറുക്കി എല്ലാം നമ്മളെ പരുവത്തിനനുസരിച്ച് എടുക്കും കേട്ടോ. പരിപ്പ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ കുറുകുമല്ലോ. അത്യാവശ്യം വെള്ളമായിട്ട് വെച്ചാലാണ് അത് കുറേ കഴിയുമ്പോൾ നല്ല നമ്മളെ പരുവത്തിനായിട്ട് വരിക. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അച്ഛന് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പാർ, ഇഡലിയൊക്കെ എടുത്ത് വെച്ച്, അച്ഛന് രാവിലെ അമ്മ പോകുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ കടയിലോട്ട് പോകും. അപ്പോൾ അച്ഛനുള്ള കാപ്പിയും കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. മുമ്പൊക്കെ അച്ഛൻ വീട്ടിൽ വന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കറിയിലോട്ട് പോയിട്ടുണ്ട്. ഇനി എൻ്റെ വേർഷൻ ഓഫ് മീൻ കറി എല്ലാ ഇതിലും ഞാൻ ഒരുപോലെ അല്ല കേട്ടോ വയ്ക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ സാധാരണ ഒരുവിധപ്പെട്ട മീൻ കറിയൊക്കെ വയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉലുവ പൊട്ടിക്കുക, അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള, നമ്മളിവിടെയൊക്കെ തേങ്ങ അരച്ചാണല്ലോ കറി വയ്ക്കാറ്. മുളക് കറി വെച്ചാൽ മുതലാവത്തില്ല, കാരണം 7 പേരുണ്ട്. മുളക് കറി പൊതുവേ ഇഷ്ടം, അച്ഛന് മാത്രമാണ് മുളക് പൊടി ഇഷ്ടമുള്ളത്. അപ്പം മുളക് പൊടിയല്ല, മുളക് കറി. അച്ഛനും അല്ല, ചേട്ടനും മുളക് കറി. ചേട്ടനൊക്കെ ഹരിപ്പാടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ മുളക് കറിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയല്ല. അവിടെയൊക്കെ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മുളക് കറിയാണ് വെക്കാറ് മിക്കതിനും. വല്ലപ്പോഴും മാത്രമാണ് ഈ തേങ്ങാക്കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷെ നമുക്ക് ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ ഇത്രയും പേർക്ക് മുതലാവത്തുള്ളൂ. മുളക് കറി വെച്ചാൽ ആവത്തില്ല, തികയത്തില്ല. അപ്പോൾ എൻ്റെ വേർഷൻ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ്. അപ്പോൾ തേങ്ങ അരച്ചതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഇന്ന് നമുക്ക് വങ്കട മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് മുളകും കൂടെ കീറിയിടും, കറിവേപ്പില, പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കായ ഉണ്ടെങ്കിൽ അതിടാറുണ്ട്, തക്കാളി, മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഇട്ട് വെച്ച കറി എന്ന് പറയുന്നത് ആഹാ, ഇപ്പോഴും കൊതി വരുമല്ലേ പറയുമ്പോൾ. നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മീൻ പൊതുവേ വയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ പുളിഞ്ചിക്ക ഇടും. അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാത്തിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നേ. ഇപ്പോൾ മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മുളകും കറിവേപ്പില ഇട്ട് ഇനി അത് നന്നായിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. പക്ഷേ ചൂരമീനൊക്കെ വയ്ക്കുന്നത് വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. അതായത് ലാസ്റ്റ് ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് വറുത്തൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്. നമ്മൾ തിരച്ചി മീനൊക്കെ വയ്ക്കണതിൻ്റെ ടേസ്റ്റ്. പിന്നെ നെത്തോലിയൊക്കെ വയ്ക്കുന്നത് പച്ചയ്ക്കാണ്, നമ്മൾ മല്ലിപ്പൊടി ഇടാറില്ല. പച്ചയ്ക്ക് അരച്ച് തേങ്ങയുടെ കൂടെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചെടുത്ത് അങ്ങനെ ഓരോ മീൻ കറിക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, ഓരോ സ്റ്റൈലിലായിരിക്കും വയ്ക്കുക. അപ്പം അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഡലിയൊക്കെ നമ്മൾ ഇതിലാക്കി ഇഡലിയെല്ലാം ഇളക്കിയെടുത്ത് പിന്നെ ഒതുക്ക് പരിപാടികളാണ് കൂടുതലായിട്ടൊന്നും ഒതുക്കുക. ഞാൻ അപ്പോഴപ്പോഴുള്ളതൊക്കെ തന്നെ അങ്ങ് കഴുകി വെച്ച് പോവും. അതുകൊണ്ട് ലാസ്റ്റ് അങ്ങനെ ചില ദിവസങ്ങളിൽ മാത്രമേ അത്യാവശ്യം പിടിച്ച് വെപ്പറ, ചിലപ്പോൾ ഉറങ്ങി എണീക്കാൻ താമസിച്ച് പോകുന്ന സമയങ്ങളിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 6 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് 5 മണിക്ക് എണീച്ചത്. 6 മണിയായപ്പോൾ
ആൾ വന്നിട്ട് പറയുവാണ് ചോറ് വേണ്ടല്ലോ എന്ന്. എന്നോട് പറയുക ചോറ് വേണ്ടല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ദേഷ്യവും സങ്കടം. കാരണം ഉറക്കം എന്ന് പറയുന്നത് തലേദിവസം കിട്ടിയിട്ടില്ല. ആൾ വന്നിട്ട് പറയുകയാണ് ചോറൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചപ്പോൾ പറയുകയാണ് ചോറ് വേണ്ടാടി ഉച്ച വരെ ഉള്ളൂ, ഞാൻ പറയാൻ വിട്ടുപോയതാണെന്ന്. നമുക്കിട്ട് മനഃപൂർവ്വം പടി തരാൻ വേണ്ടിയിട്ടല്ലേ ഇത്. എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് പോട്ടടി മോളെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് നിന്നോട്. അപ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നുണ്ട് ചേട്ടനോട്, പറയുന്നുണ്ട് ചേട്ടാ എന്നെങ്കിലും നേരത്തെ വന്ന് കിടക്കണേ, രാവിലെ 5 മണിക്ക് എണീച്ചാൽ മാത്രമാണ് എനിക്ക് ചേട്ടന് ചോറ് തന്നു വിടാൻ പറ്റുള്ളൂ. അപ്പോഴും പോലും ആളൊരു വാക്ക് പറയില്ല. അപ്പം എനിക്ക് മനഃപൂർവ്വം പണി തരാനല്ലേ. എന്നിട്ട് ഞാൻ ആ ഡയലോഗ് പറയുമ്പോൾ പറയുവാന്നേ, പെൺപിള്ളേരായ രാവിലെ എണീക്കണമെന്ന്, പെണ്ണുങ്ങളായ രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് എണീച്ച് വരണമെന്ന്. നമുക്ക് ഉറക്കം കിട്ടിയാലല്ലേ എണീക്കാൻ പറ്റുള്ളൂ. ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യന് വേണ്ട കാര്യമല്ലേ. ഇപ്പം അത് ഈ ചേട്ടൻ്റെ ഈ ജോലി ആയതിനു ശേഷം ഇല്ല അങ്ങനെ ഒരു സാധനമേ എൻ്റെ ലൈഫിൽ. ഉച്ചയ്ക്ക് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ലല്ലോ. കാരണം മോൻ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ചില ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ, ചിലപ്പോൾ അവ ഉറങ്ങി എണീക്കാൻ താമസിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ തുണി നനച്ച് ഇടാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ ഉറക്കിയിട്ടിട്ടാണ് പെട്ടെന്ന് ചെന്ന് തുണി നനച്ചിട്ട് നമ്മൾ തുണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പം ഈ ഡയലോഗും കൂടെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കൊന്നു തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണിച്ചെങ്കിലും പിന്നെ പോട്ടെ ക്ഷമിക്കാന്നൊക്കെ നമുക്ക് ക്ഷമിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് പണി തന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ നമ്മുടെ ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ. പിന്നെ ഇതിനിടയിൽ ഇനി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പം അതും പെട്ടെന്ന് ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി പറക്കി വെച്ചു. അപ്പം ഞാൻ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കുന്ന ദിവസം മോൾക്ക് ഞാൻ ലഞ്ചിന് സ്കൂളിൽ അത് തന്നെ ആയിരിക്കും കൊടുത്തുകൊണ്ട്. കാരണം അവൾക്ക് ഇഷ്ടമാണ്, അവൾക്ക് ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ദിവസം മൊത്തം അവൾ അതായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇഡ്ഡലി സാമ്പാറും തന്നെയാണ് കൊടുത്തു വിടുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് പെട്ടെന്ന് കുളിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. മോള് വന്ന് നോക്കിയപ്പോൾ അമ്പാടിക്കുട്ട ഉറങ്ങുവാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും എന്താ മോള് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ളതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. അവൾ ടാറ്റയും പറഞ്ഞ് പോയി. എന്നിട്ട് ഞാൻ നേരെ വന്ന്, അപ്പോഴും കുളി കഴിഞ്ഞ് വന്നപ്പോഴും അമ്പാടിക്കുട്ട ഉറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നേരെ വന്ന് കാപ്പി കഴിക്കാമെന്ന് വെച്ചു. 8 മണി എന്തോ ആയി, 8 മണിയായി. അപ്പോഴാണ് അമ്പാടി എണീക്കുമ്പോൾ ചിലപ്പോൾ 9, 9:30 ആവും. ഇപ്പം ഈ ഇടയ്ക്ക് ഇപ്പോൾ ആൾ 2 ദിവസമായിട്ട് ഇടയ്ക്ക് 2:30 മണിക്കൊക്കെ എണീക്കുന്ന സ്വഭാവം കൂടെ ഉണ്ട്. എന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ കിടക്കുന്ന പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് താമസിക്കുന്നത്. 9:30 മണിയൊക്കെ ആകുമ്പോഴാണ് ആൾ എണീച്ച് വരുന്നത്. 9:30, 9:45 ആവും. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് അമ്മ കോഴിയുടെ എന്തോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കേട്ടോ. പഞ്ചായത്ത് വഴിയാണോ അല്ല, എന്തോ കോഴിയും കൂടും പദ്ധതി ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിന് വേണ്ടി അവർ കൂട് 2 ദിവസം മുമ്പേ കൊണ്ട് വച്ചിട്ട് പോയേ. അപ്പോൾ ആ സമയത്ത് ഇന്ന് കോഴിയെ കൊണ്ടുവന്നതാണ്. മുട്ടക്കോഴികളാണ് കേട്ടോ. ഒരു കൂടിൽ 25 എണ്ണം വെച്ചിട്ട്. എന്നിട്ട് മറ്റേ ഹൈടെക് കൂട്. പട്ടികൾ രണ്ടും കൂടെ തകർക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണതൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ ബഹളമായിരുന്നു കേട്ടോ 2 എണ്ണം കൂടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജൂലി പെണ്ണ് കേട്ടോ. കൂട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തലയിട്ടൊക്കെ നോക്കുവാണ്, എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് കേട്ടോ. ഇത് അർജുൻ, ജൂലിയും അർജുൻ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.